ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. ഇന്ന് നല്ല രീതിയിൽ തന്നെ ഞാൻ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റേക്കണേ. സമയം അറിയാലായിരുന്നു കേട്ടോ. 11:30 വരെ ഞാൻ മോളുടെ ഒപ്പം അവൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് നേരം കുട്ടിയിരുന്നു കേട്ടോ. 11:30 ആയപ്പോഴേക്കും എൻ്റെ കണ്ണ് തൂങ്ങി തുടങ്ങിയാലും ഞാൻ പയ്യെ പോയി കിടന്നു. പിന്നെ അവളെപ്പോഴാണ് കിടന്നതെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ആ കിടപ്പവളെ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രാവിലെ 5 മണിയുടെ അലാറം അടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കൂടി ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കൂടി കിടക്കാമല്ലോ എന്ന് വെച്ച് അങ്ങനെ കിടന്നാണ്. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് അവൾ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കായിരുന്നു. മമ്മി എഴുന്നേൽക്കണില്ലേ, ചോറും കറിയൊന്നും വെക്കണില്ലേന്ന് വെച്ച്. അപ്പോൾ സമയം നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഓടിപ്പിടിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാണ്. അപ്പോൾ അവൾ ഇപ്പോൾ അവിടെ എഴുന്നേറ്റിരുന്ന് പഠിക്കണം കേട്ടോ. മോന് ഇന്നലെ 8:30 കയറി കിടന്നവനെ, അവൻ ഇതേവരെ എഴുന്നേറ്റിട്ടില്ല. അവനിനി ഒരു 7 മണി 7:15 കൊണ്ട് അവനാ കിടക്കാമെന്ന് എഴുന്നേൽക്കില്ല. ഇന്നിപ്പോൾ അങ്ങനെ തല്ലിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരു സാമ്പാറും ഉണ്ടാക്കാം, പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതിയേക്കണം. പിന്നെ ദോശയുണ്ട്. അപ്പോൾ മോൾക്ക് മാത്രം ഒന്ന് സ്കൂളിലേക്ക് ചോറുണ്ടായാൽ മതി. മോൻ എക്സാം ആയതുകൊണ്ട് തന്നെ അവൻ ഉച്ചയാകുമ്പോഴേക്കും വരും. അപ്പോൾ അത് ഞാൻ നേരം വൈകിയ കാരണം തന്നെ കഴുകി വെച്ചങ്ങനെ പാത്രങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഇനി ഗ്യാപ്പ് മാറ്റി നോക്കി വേണം എടുത്ത് വയ്ക്കാനായിട്ട്. ചോറ് ഇന്നലെ തന്നെ ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഭാഗ്യം. ഇന്ന് എഴുന്നേറ്റിട്ട് ചോറ് വയ്ക്കാനിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു കേട്ടോ. അത് ഇന്നലെ തിളപ്പിക്കാനും ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ രാവിലെ ഇഡ്ഡലിക്ക് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടുകൊണ്ടാണ് ഞാൻ കമ്പനിയിൽ പോയത്. പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചോറുണ്ട്. അപ്പോൾ മോൻ മാത്രമേ ചോറിനുള്ളൂ. അപ്പോൾ അവനുള്ള ചോറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറ് വയ്ക്കാനും പോയില്ല. വൈകുന്നേരം ഇപ്പോൾ പച്ചരി അരയ്ക്കാതെ നോക്കി കഴിഞ്ഞപ്പോൾ അയ്യോ ചോറില്ല എന്നുള്ള കാര്യം ഓർക്കണം. കലത്തിലൊക്കെ ആണെങ്കിൽ കലത്തിലൊരു പറ്റിയ ചോറില്ല കേട്ടോ. കാരണം അവനും നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ വേഗം ആൻറ്റീനെ വിളിച്ച് ചോദിച്ചു ആൻറ്റീൻ്റെ അടുത്ത് ചോറുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ആൻറ്റീനെ വിളിച്ചപ്പോൾ ആൻറ്റി പറയുകയാണ് ആൻറ്റീൻ്റെ അടുത്തും ചോറില്ല. അവരൊക്കെ വൈകുന്നേരം റാഗിയൊക്കെയാണ് കുടിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ വേഗം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. വേഗം അരി തിളപ്പിച്ച് വയ്ക്കാമെന്ന് കരുതി വേഗം ഇൻഡക്ഷൻ കുക്കറിലേക്ക് തിളപ്പിച്ച് വെച്ച് സമയം അപ്പോൾ ഏകദേശം ഒരു 8:30 8:45 ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു 9:45 ആയപ്പോഴേക്കും ചോറെടുത്ത് അരി വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അങ്ങനെ എടുത്ത് വേഗം പച്ചരി അരച്ച് വെച്ചു. അതെന്തായാലും ഇന്നലെ ചെയ്തത് ഭാഗ്യമാണ് പുറക്കണേ. ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഞാൻ സാമ്പാറിൽ ഇടാറില്ല കേട്ടോ. ക്യാരറ്റും ഒരു മുരിങ്ങക്കോലും ഇച്ചിരി ഉരുളക്കിഴങ്ങും അത് തന്നെ ഇവിടെ കഴിക്കാൻ പാടുന്നു. പച്ചക്കറിനോട് ഇവിടെ ആർക്കും വലിയ പ്രിയമില്ല. ഞാനിങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് മേടിച്ച് വയ്ക്കുന്ന പരിപാടി എനിക്ക് വളരെ കുറവാട്ടോ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത് നാളെ എന്ത് കറി വയ്ക്കുമെന്ന്. അപ്പോൾ മീൻ മേടിക്കാൻ തോന്നിയാൽ മീൻ മേടിക്കും. അതല്ല വീട്ടിലെന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോ എന്ന് ആലോചിക്കും. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അതനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ വരുമ്പോൾ മേടിച്ചു വന്നിട്ടുണ്ടോ ഞാൻ കറിയൊക്കെ തീരുമാനമാക്കണത്. ഈ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഇവിടെ വന്ന ശേഷം രാത്രി ഇരുന്ന് ആലോചിക്കും എന്ത് കറി വയ്ക്കുന്നുണ്ട്. ഞാൻ രാത്രി സാവിയനെ കടയിലോട്ട് മേടിക്കാറായിരുന്നു പതിവ്. ഇപ്പം ഞാൻ ആ പരിപാടി പാടേ നിർത്തിയിട്ടോ. കാരണം അവനെ കടയിൽ വിട്ടാലേ സാധനം മേടിക്കണേക്കാളും കൂടുതൽ കാശ് വേണം അവന് കമ്മീഷനായിട്ട്. ഞാൻ നോക്കുമ്പോൾ എന്തിനാ പണിക്ക് വേണം. ഞാൻ എന്തായാലും എല്ലാ ദിവസവും കമ്പനിയിൽ പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് മേടിച്ചുകൊണ്ടെന്നാൽ പറയാം. അപ്പോൾ ഞാൻ പോണില്ലെങ്കിൽ തന്നെ ഞാൻ 2 വീലർ എടുത്തുകൊണ്ടുപോയി മേടിച്ചു എന്നാലുള്ളൂ. എന്നാൽ ഇവനെ ഞാനിപ്പോൾ കടലിൽ വിടൽ തീരെ കുറച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു പെങ്കുച്ച് പറയാനായിട്ടാണ് നമ്മളൊരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് വളരെ കുറവായിരിക്കുമെന്ന്. പച്ചക്കറികളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് പലചരക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പയർ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ കറി വെക്കണമെന്നൊരു പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ മേടിക്കണമെന്ന്. ഞാൻ നിലവിൽ ഇതേവരെ അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും. ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇല്ലയെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ പടം വാരി എടുക്കുന്നല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാൽക്കുലേഷനൊന്നുമില്ല. ഇന്ന ദിവസം ഇന്നത് ഉണ്ടാക്കണം അങ്ങനത്തെ പ്ലാനിങ് ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. ഇവിടെ പിന്നെ പച്ചക്കറി വയ്ക്കൽ വളരെ കുറവാട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു പരിപ്പും തക്കാളിയും കറി അല്ലെങ്കിൽ ഒരു സാമ്പാറോ ആടിൽ വെള്ളത്തിൽ ഇങ്ങനെ ഒരു മോര് കറി അങ്ങനെ എന്തെങ്കിലും വെച്ചാലൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം ഇവിടെ കൂടുതലും മിക്കവാറും ഇറച്ചിയും മീനും തന്നെ കഴിക്കും. ഞാനിപ്പോൾ എൻ്റെ നിർബന്ധത്തിന് എന്തെങ്കിലും വാശി പിടിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാക്കി തന്നെ ഇവരാരും കഴിക്കില്ല. പിന്നെ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഇന്നൊരു ദിവസം ഉപയോഗിക്കാനേ പറ്റുള്ളൂ. നാളത്തേക്ക് അത് എടുത്ത് കാട്ടിക്കളയേണ്ടി വരും. പിന്നെ ഞാൻ ചിന്തിക്കും എന്തിനും ഇത്രയും പാട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കാട്ടിക്കളയാൻ എന്തിനാന്ന് ചിന്തിക്കും. അപ്പോൾ അതിന് പിന്നെ മക്കൾ കഴിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ ഇവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ പിന്നെ എല്ലാവരും കഴിക്കണം എന്തായാലും മേടിച്ചുണ്ടാക്കാമല്ലോ എന്ന് കരുതും. ഈ സമയം കൊണ്ട് നമ്മുടെ സാമ്പാറൊക്കെ അടപ്പത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഒരടപ്പത്ത് ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചീഞ്ചട്ടിയിൽ തക്കാളി ചമ്മന്തിക്കുള്ള സവാളയൊക്കെ വഴന്ന് വന്നത് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അത്രയും ഭാഗത്ത് ആ സവാളയൊക്കെ എരിഞ്ഞെടുത്ത് വന്ന് തൂത്ത് വാരിയിട്ട് അന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണോട്ടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനായിട്ട്. ഇതൊക്കെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാട്ടോ. അപ്പോൾ ഇന്നലെ കിടക്കണേന് മുമ്പ് എടുത്ത് വയ്ക്കാമായിരുന്നു. പിന്നെ എന്തോ ഞാൻ മടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടി കേട്ടോ ഇവരുടെ ചോറ് പാത്രം കഴുകുക എന്നുള്ളത്. ഞാൻ ഇവളോട് എന്തോരം പറഞ്ഞാലും മോൻ പിന്നെയും ചെയ്യും. ഇവളാണ് ഒട്ടും ചെയ്യാത്തത് ഈ ചോറുണ്ട പാത്രം കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളത്. മോന് പിന്നെ ഇപ്പോൾ ചോറ് കൊണ്ടുപോകണ്ട.
അവൾ എന്ത് ചെയ്താൽ ആ സാധനം എടുത്ത് വയ്ക്കുന്നത് മിക്കവാറും രാവിലെ ആയിരിക്കും. പിന്നെ അവളെ കൊണ്ട് ഞാനൊരു പ്രാവശ്യം ഒന്ന് കഴിച്ചിട്ടാണ് ഞാൻ കഴുകുള്ളൂ. എന്നാലും എനിക്ക് ദേഷ്യം കേട്ടോ. ഞാൻ പിന്നെ അതിന് വേണ്ടിയാണ് ഇപ്പോൾ ആ ചോറും പാത്രം ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാമല്ലോ എന്നൊരു ദിനത്തിൽ ചൂടും വെള്ളം വെച്ചത്. ഈ തക്കാളി ചമ്മന്തി ആ സവാളയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതാണ് കണ്ട അവളുടെ ചോറും പാത്രം കണ്ട അതിങ്ങനെ ചിലപ്പോൾ സമയമുള്ളപ്പോഴാണ് ഞാൻ ആ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. ഇതിപ്പോൾ നേരമൊന്നുമില്ല, അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം വെച്ചെടുക്കുന്നുണ്ട്. ചോറും ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഇന്നലെയും കറിയൊന്നും വെക്കേണ്ട വന്നില്ല കേട്ടോ. ചിക്കൻ കറിയുടെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ഇന്നലെ രാത്രി വരെ അങ്ങനെയാണ് പോയത്. അപ്പോൾ ഈ ഉപ്പൊക്കെ ഇപ്പോഴാണ് പാർത്തിട്ടത്. ഇതാണ് ഇന്നലെ അരച്ച് വെച്ച ദോശമാവ്. അത് രാവിലെ തന്നെ വന്ന് നോക്കണ ഒരു കാര്യം ഇതുണ്ട്. ദോശമാവ് പൊങ്ങിയെന്നാണ്. അത് പൊങ്ങിയെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പം ഈ അടുത്ത ഇടയ്ക്കൊക്കെ ഞാൻ അടിച്ച് വയ്ക്കണതൊക്കെ പൊങ്ങാറുണ്ട്. ചില സമയത്ത് അത് പൊങ്ങില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് കൂടെ എനിക്ക് കൂടുതലും പറ്റുന്നത് അങ്ങനെയാണ്. ചോറ് കൂടി പോകുമ്പോൾ ചെറിയൊരു ഒട്ടൽ മാതിരി ഉണ്ടാവും. ഇപ്പം എന്താണോ കുറച്ച് നാളായിട്ട് ഇഡ്ഡലിക്കൊക്കെ അരച്ചാൽ ശരിയായി വന്നിട്ട് കേട്ടോ. ഈ സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ സാമ്പാറിന് ഒരു തട്ടിക്കൂട്ട് സാമ്പാറായിരിക്കും കേട്ടോ. കഷ്ണങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ ഞാൻ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറാണ്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് താളിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മോനെപ്പോൾ ഒരു 7:15 കഴിഞ്ഞപ്പോഴേക്കും മോൻ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം സെറ്റിന്മേൽ കയറി കിടക്കാറുന്നു. ഞാൻ ടി വിയുടെ റിമോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ എക്സാം ആയതുകൊണ്ട് അപ്പോൾ നേരം പോണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം സെറ്റിന്മേൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ അടുക്കളയിൽ വന്ന് ഇരുന്ന് നോക്കി കിട്ടുമെന്ന് പറയാൻ വേണ്ടി. മൊബൈലും കൊടുത്തില്ല, ഞാൻ ടി വിയും വയ്ക്കണ്ടെന്ന് പറഞ്ഞു. അത് കാരണമാണ് ഇപ്പോൾ എൻ്റെ അടുത്തും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ് കണ്ടത്. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നിട്ട്. ഇനിയിപ്പോൾ ആ തക്കാളി ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അതൊന്ന് വെള്ളം ഒന്ന് പറ്റി കിട്ടിയാൽ മതി. അപ്പോൾ അതിനകത്ത് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടത്. അപ്പോഴേക്ക് അവനവിടെ വന്നിട്ടുണ്ട്. അവനോട് ദോശ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, അപ്പോൾ നീ എടുത്ത് ചായ വയ്ക്കാൻ പറഞ്ഞിട്ട്. വലിയ പിടുത്തമൊന്നും ഇല്ല കേട്ടോ. ദേഷ്യപ്പെട്ടുള്ളൂ, എന്നാലും പുള്ളി ചെയ്യണ്ട കേട്ടോ. ദൈവം നല്ല മൂടനെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്തു തരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞാലാണ്, പഠിക്കാൻ പറഞ്ഞാലാണ്. ഫുൾ ടൈം പഠിക്കുക എന്താ 10ാം ക്ലാസ്സിൽ കൊമ്പുണ്ടോയെന്നൊക്കെ ചോദിച്ചുകൊണ്ടോ പുള്ളി ഇരിക്കണേ. അപ്പോൾ എന്തായാലും 2 ചീത്ത പറഞ്ഞാണെങ്കിലും വന്ന് പാലടപ്പത്തേക്ക് തന്നെ കേട്ടോ. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇവരിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ പരിപാടിയില്ല കേട്ടോ. ഇവരെയും കൂടി കൂട്ടും. കാരണം നമ്മൾ മാത്രം അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞാൽ പാടില്ല. കുറച്ചൊക്കെ കഷ്ടപ്പാട് അവർ അറിയട്ടേന്നേ. പിന്നെ ഇത് ടി വി ഇല്ലാതെ നിന്ന് അടുക്കളയുടെ സ്ലാബ് കയറി ഇരിക്കുന്നു കേട്ടോ. ദോശ ചൂടാന്നുള്ളതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ഇഡ്ഡലി ആണെങ്കിൽ എളുപ്പം പരിപാടി കഴിഞ്ഞു കേട്ടോ. ദോശ നമ്മൾ ചൂടോടെ ചുട്ട് കൊടുക്കണമല്ലോ. ഇനിയിപ്പോൾ അവളും കൂടി ഒന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്നിപ്പോൾ ദോശയൊന്നും കഴിക്കില്ല. ഞാൻ ചിലപ്പോൾ ചായ 2 ബിസ്ക്കറ്റ് കൂടി കഴിച്ച് എൻ്റെ പരിപാടി തീർക്കും. അത് കഴിഞ്ഞപ്പോൾ ഇനി ചായ കുടിച്ച് കഴിയുമ്പോൾ ഇവന് റെഡിയായി ഞാൻ സ്കൂളിലേക്ക് പോകും. ഞാനും റെഡിയായിട്ട് നേരെ കമ്പനിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.